വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ദ ന്യൂസ് അപ്ഡേറ്റ്സ് ചർച്ച ചെയ്യുന്നു. ഒരു യുവതി ദൃശ്യങ്ങൾ പകർത്തുന്നത് കണ്ടപ്പോൾ അയാളുടെ കൈക്കളിയുടെ ശക്തി കൂടുകയും യുവതിയെ പിന്തുടർന്ന് കൊല്ലം ഡിപ്പോയിൽ ഇറങ്ങുകയും സഹോദരൻ എത്തിയപ്പോൾ മുങ്ങുകയും ചെയ്ത ആ വൈറൽ വീഡിയോ വൈറലായപ്പോൾ നാട്ടുകാരെ പഠിച്ച് അത് ഞാനല്ലെന്ന് പറഞ്ഞ് മുങ്ങിയ പെയിന്റർ പൊങ്ങിയത് ഇത്തിക്കരയിലായിരുന്നു. കൊട്ടിയം മൈലക്കോടിന് നാണക്കേടായിട്ട് സുനിൽ എന്ന പെയിന്റർ. ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ദ ന്യൂസ് അപ്ഡേറ്റ്സ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കേരളക്കരെ ആകെ വളരെ അപമാനത്തോടെ കണ്ട ഒരു ദൃശ്യമായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വിഷമവും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടും പ്രൈവറ്റ് ബസ്സുകളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ യാത്ര ചെയ്യുന്ന സമയത്ത് അനുഭവിക്കുന്ന ഇത്തരം പീഡനങ്ങൾ തന്നെയാണ്. ആ യുവതിക്ക് സല്യൂട്ട്. ഇങ്ങനെ ആയിരിക്കണം ഒരു സ്ത്രീ എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്ത ആ യുവതിയെ എത്ര നമ്മൾ അഭിനന്ദിച്ചാലും തീരില്ല. ഇതെല്ലാം ഒരു അറിയിപ്പാണ്. കേരള സമൂഹത്തിന് സ്ത്രീകൾക്ക് ധൈര്യം പകരുന്ന ഒരു അറിയിപ്പായിട്ട് ഇത് കണക്കാക്കണം. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോകുന്ന ഒരു ശീലമാണ് കേരളത്തിൽ എല്ലാ സ്ത്രീകൾക്കും ഉള്ളത്. നിങ്ങൾ സുരക്ഷിതരാവണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം സ്വയം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. KSRTC ബസ്സിനുള്ളിൽ യാത്രക്കാർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന പരാതിയിൽ കൊട്ടിയം മൈലക്കോട് സ്വദേശിയായ സുനിലിനെ പോലീസ് പിടികൂടിയത് ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെ. നഗ്ന പ്രദർശനം ദൃശ്യം സോഷ്യൽ മീഡിയയിലും ടിവിയിലും പ്രചരിച്ചു. അതോടെ പ്രതിയെ നാട്ടുകാർ തിരിച്ചറിയുന്നു. ഇതോടെ സമീപവാസികൾ സുനിലിന്റെ മൈലക്കോട്ടെ വീട്ടിലെത്തുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ താനല്ല ദൃശ്യങ്ങളിലുള്ളതെന്നാണ് സുനിൽ പച്ചക്കള്ളമായി പറഞ്ഞത്. നാട്ടുകാർ മടങ്ങിയതിന് പിന്നാലെ ഇയാൾ മുങ്ങുകയും ചെയ്തു. ഇത്തിക്കര പാലത്തിന് അടുത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഒളിവിൽ പോയ ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇയാളുടെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയ യാത്രക്കാരി കൊല്ലം ഈസ്റ്റ് പോലീസിന് കൈമാറുകയായിരുന്നു. തിങ്കൾ രാത്രി 10:50 സംഭവം. കൊല്ലം സ്വദേശിയായ യുവതി PSC പരീക്ഷയ്ക്കുള്ള പരിശീലനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറി. ബസ് മേവറം എത്തിയതോടെ എതിർവശത്തെ സീറ്റിലിരിക്കുകയായിരുന്ന യാത്രക്കാരൻ തുടർച്ചയായി നഗ്നതാ പ്രശ്നം നടത്തി. ഇതോടെ യുവതി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. സമാനമായ വിഷയമാണ് കഴിഞ്ഞ ദിവസവും ഉണ്ടായത്. മറ്റൊരു വിഷയം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ യുവതിയുടെ കൈയിന്റെ ചൂടും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ മറ്റൊരു രീതിയിലാണ് ഈ യുവതി മാതൃകയാവുന്നത്. കൊല്ലം സ്വദേശിനിയായ യുവതി PSC കമ്പൈൻ സ്റ്റഡി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറുകയും മുന്നിൽ നിന്ന് 3ാമത്തെ സീറ്റിലാണ് അവർ ഇരിക്കുകയും ചെയ്യുന്നത്. ബസ് മേവറം എത്തിയതോടെ എതിർവശത്തെ സീറ്റിൽ ഇരിക്കുകയായിരുന്ന മൈലക്കോട് സ്വദേശി തുടർച്ചയായി നഗ്നതാ പ്രശ്നം നടത്തി. ഇതോടെ യുവതി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. യുവതിക്ക് പിന്നാലെ മൈലക്കോട് സ്വദേശിയും കൊല്ലം ഡിപ്പോയിൽ ഇറങ്ങി. യുവതിയെ വിളിക്കാൻ സഹോദരൻ എത്തിയതോടെ പ്രതി മറ്റൊരു ബസ്സിൽ കയറി സ്ഥലം വിടുകയായിരുന്നു. യുവതി ഇന്നലെ രാവിലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകുകയും വീട്ടിലെത്തി ബഹളം വെച്ചവരോട് താനല്ല ദൃശ്യങ്ങളുള്ളതെന്നും അപ്പോൾ താൻ വീട്ടിലായിരുന്നുവെന്നുമാണ് പ്രതി പറഞ്ഞത്. നാട്ടുകാർ മടങ്ങിയതോടെ പെയിന്റിംഗ് തൊഴിലാളിയായ പ്രതി സ്ഥലം വിടുകയായിരുന്നു. ബസ്സിലിരുന്ന യുവതി ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന് കണ്ടിട്ടും പ്രതി ലൈംഗിക ചേഷ്ടകൾ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ് അറിവ്. ഈ ദൃശ്യങ്ങളുടെയും പരാതിക്കാരിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് സുനിൽ അറസ്റ്റിലായതും. ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ നാട്ടുകാർ പോലീസിനെ ബന്ധപ്പെട്ട് സുനിലാണിതെന്ന സന്ദേശവും നൽകി. സുനിൽ ഒളിവിൽ പോയതോടെ പോലീസും പ്രതിയെ ഉറപ്പിച്ചു. ഇതാണ് അറസ്റ്റിന് കാരണമായതും. കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ വിഷയം ഈ 2 വിഷയങ്ങൾ തന്നെയാണ്. ഒന്ന്, ധീരയായ സ്ത്രീ അവളുടെ കൈയിന്റെ ചൂട് എന്താണെന്ന് ആ മാനസിക രോഗിക്ക് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു യുവതിയും ഉണ്ടായിരുന്നു. ദൃശ്യങ്ങൾ പകർത്തുകയും കൃത്യമായ തെളിവുകൾ സഹിതം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. ഇത് 2 മാതൃകാ സംഭവങ്ങളാണ്. ഇനിയും സ്ത്രീകൾ കൃത്യമായി ധൈര്യത്തോടുകൂടി ഇത്തരം പ്രവണതകൾ കാണുമ്പോൾ പ്രതികരിക്കുക. ഇത്തരം ചേഷ്ടകൾ കാണിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക. ഇതുതന്നെയാണ് കേരള സമൂഹം മുന്നോട്ട് വെക്കേണ്ട നിലപാടും. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്. സത്യം, ചരിത്രം, വർത്തമാനം.